രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് ഒരു വലിയ സമ്പാദ്യമാണ്. കാരണം ബി ജെ പിയെ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പ്രവർത്തകരെ സ്വാഗതം ചെയ്യാൻ രാഹുൽ ഗാന്ധിയെ പോലെ മികച്ച മറ്റൊരു നേതാവില്ല. ഇപ്പോൾ അഹമ്മദാബാദിലെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നത് കോൺഗ്രസിലെ പകുതി പേരും ബി ജെ പിക്കാരാണെന്ന്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊക്കോളൂ, എൻ്റെ പൂർണ്ണ സമ്മതമുണ്ട്, എനിക്കെന്തായാലും ഈ പാർട്ടിയെ നയിക്കാനുള്ള കഴിവൊന്നുമില്ല, ഞാൻ വട്ടപൂജ്യമാണ്, അപ്പോൾ ജയിച്ചു നിൽക്കുന്നവരോടൊപ്പം പോകുന്നതാണ് നല്ലത് എന്ന് പറയാതെ പറയുകയാണ് രാഹുൽ. കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനം പോലെ ഉള്ള ഒരു യോഗത്തിൽ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് ഗുജറാത്തിലെ കോൺഗ്രസിൻ്റെ ശക്തിയിൽ അമിതമായ വിശ്വാസം ഉണ്ട്. അദ്ദേഹം പറയുന്നു, അവിടുത്തെ ജനങ്ങളിൽ 40% പേര് അടിസ്ഥാനപരമായി കോൺഗ്രസ്സുകാരാണ്. അത്രയും ജനപിന്തുണയുള്ള ഒരു പാർട്ടിയായിട്ടും എന്തുകൊണ്ട് അധികാരത്തിൽ വരുന്നില്ല? കോൺഗ്രസിൻ്റെ കൂടെ നിന്നുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയാണ് അവർ. ഇതാണ് എൻ്റെ കാരണം. അതെന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണം. അപ്പോൾ അവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് അധ്യക്ഷനായിരിക്കുന്ന യോഗത്തിലാണ് അവിടുത്തെ PCC പ്രസിഡൻറ്റ് ശക്തി സിംഗ് ഗോഹിൽ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ദർ ഈസ് എ സ്ലീപ്പിംഗ് സെൽ വിതിൻ ദ കോൺഗ്രസ്. ഒരു ബി ജെ പിയുടെ സ്ലീപ്പിംഗ് സെല്ലുണ്ടെന്ന്. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കറിയാം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന അനേകം കോൺഗ്രസ്സുകാർ കോൺഗ്രസിൻ്റെ കൂടെ നടക്കുന്നുണ്ടെന്ന്. ഇല്ലെങ്കിൽ അടിക്കടി ഇങ്ങനെ കോൺഗ്രസിനെ തോൽപ്പിക്കുകയും ബി ജെ പിയുടെ തുടർഭരണം അവിടെ വരികയും ചെയ്യില്ലല്ലോ. അപ്പോൾ ഈ അവസ്ഥാവിശേഷം കോൺഗ്രസ്സിനകത്ത് എന്തുകൊണ്ടുണ്ടായി എന്ന് രോഗത്തിൻ്റെ കാരണത്തിലേക്ക് പോകാതെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഉപരിപ്ലവമായ ആശയത്തിൽ രാഹുൽ ഗാന്ധി നിൽക്കുകയും അത് പ്രവർത്തകരോട് ഒരു ലജ്ജയുമില്ലാതെ തുറന്നു പറയുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ധന്യ പറഞ്ഞത്, കോൺഗ്രസ്സിനകത്തെ ഏറ്റവും നല്ല ബി ജെ പിക്കാരൻ ഒരുപക്ഷെ രാഹുലാണ്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്നതാണ് നരേന്ദ്രമോദിക്ക് ഏറ്റവും സുഖം. 2 കാരണങ്ങൾ കൊണ്ടാണ്. അദ്ദേഹം ഇതുപോലെയുള്ള പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പ്രസംഗിക്കും. 2, അദ്ദേഹം വിദേശത്ത് പോയി ദേശവിരുദ്ധ കാര്യങ്ങൾ പറയും. അപ്പോൾ അദ്ദേഹത്തെ കോർണർ ചെയ്യാൻ വളരെ എളുപ്പമാണ് മോദിക്ക്. പ്രതിപക്ഷ നേതാവിനെ കൈകാര്യം ചെയ്യാൻ ഇതുപോലെ പറ്റിയ ഒരു അവസ്ഥാവിശേഷമില്ല. അപ്പോൾ ബി ജെ പിക്ക് ഗുജറാത്തിൽ ഇദ്ദേഹം എന്ത് ഭീഷണി ഉയർത്തും എന്ന് ഇന്നലത്തെ ആ പ്രസംഗത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അഹമ്മദാബാദിൽ അദ്ദേഹം പ്രസംഗിക്കേണ്ടിയിരുന്നത് എന്താണ്? ഇത്രയും കാലം നീണ്ട ബി ജെ പിയുടെ ഗുജറാത്തിലെ ഭരണം കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമായുണ്ടായത്? എന്താണ് ഉണ്ടാകേണ്ടിയിരുന്നത്? ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനങ്ങളിൽ ഒന്നാണ്, ഏറ്റവും മുന്നിലുള്ള നമ്പർ 1 സ്റ്റേറ്റാണ് ഗുജറാത്ത്. ആ നമ്പർ 1 സ്ഥാനം എങ്ങനെ കിട്ടിയതാണ്? അത് ബി ജെ പിയുടെ തുടർഭരണം കിട്ടിയതാണ്. സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ കേരളത്തിൽ തുടർഭരണം വരുമ്പോൾ നാടിന് കൂടുതൽ ഗതികേടിലേക്ക് പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. പാർട്ടി വളരുകയും നാട് ശോഷിക്കുകയും ചെയ്യുന്ന സ്ഥിതി. നേരെ മറിച്ചാണ് ഗുജറാത്തിൽ വ്യാവസായികമായും സാമ്പത്തിക വളർച്ചയിൽ അവിടുത്തെ സോഷ്യൽ പാരാമീറ്റേഴ്സിലെല്ലാം ജനജീവിതത്തിൽ സാധാരണ ജനങ്ങളുടെ എല്ലാ മണ്ഡലത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങളിൽ വന്ന അത്ഭുതകരമായ മാറ്റം. അതിന് കോൺഗ്രസ്സുകാർ പോലും പിന്തുണ കൊടുക്കുന്നു എന്ന വസ്തുതയാണ് രാജീവ് തിരിച്ചറിയേണ്ടത്. അതേസമയത്ത് സോലങ്കി വരെ ഭരിച്ചിരുന്ന ഒരു കാലത്ത് ഗുജറാത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ അഴിമതി, സ്വജനപക്ഷപാതം, വർഗീയ പ്രീണന നയം, കേരളത്തിലിപ്പോൾ കാണിക്കുന്ന പോലെയൊക്കെ തന്നെ അതിൻ്റെയൊക്കെ ഒരു മുന്തിയ പ്രതീകമായിട്ടാണ് ഗുജറാത്തിൽ കോൺഗ്രസ് ഭരണകാലത്തുണ്ടായത്. അതിനേറ്റ തിരിച്ചടിയാണ് നരേന്ദ്രമോദി എന്ന ഒരാൾ 2000 ആണ്ടിൽ അവിടുത്തെ രാഷ്ട്രീയത്തിൽ വരികയും അദ്ദേഹത്തിൻ്റെ തൊട്ടു പിന്നിൽ അമിത് ഷായെ പോലെ ഒരു മാസ്റ്റർ മൈൻഡ് പ്രവർത്തിക്കുകയും കൂടെ ചെയ്തപ്പോൾ ഗുജറാത്തിൻ്റെ രീതികൾ മുഴുവൻ മാറി. അങ്ങനെ ഗുജറാത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദവും അവിടുത്തെ പോലീസ് സംവിധാനവും എല്ലാം സഹകരിക്കുകയും ജനങ്ങൾ അവിടെ കോട്ടേജ് ഇൻഡസ്ട്രി, സഹകരണ സ്ഥാപനങ്ങൾ, വൻകിട ചെറുകിട വ്യവസായ സംരംഭങ്ങൾ, വിദ്യാഭ്യാസ മണ്ഡലത്തിലുള്ള ഉയർച്ച, ആരോഗ്യ പരിപാലന രംഗത്ത് ഇന്ത്യയിൽ എന്ന് മാത്രമല്ല ലോകത്തിൽ ലഭിക്കാവുന്ന ഫസ്റ്റ് ക്ലാസ് ബ്രെയിനിനെ ഉപയോഗിച്ചു.
ഇങ്ങനെ ഉണ്ടാക്കിയ, അല്ലാതെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് തിരുമി കൊണ്ടുവന്ന വികസനമല്ല അവിടെ. അധ്വാനിച്ചും ആലോചിച്ചും കൃത്യമായ പ്ലാനിങ്ങോടെ വളർത്തിയെടുത്ത ഒരു സംസ്ഥാനമാണ്. അങ്ങനെയാണ് പഞ്ചാബിനുണ്ടായിരുന്ന ഒരു നമ്പർ 1 സ്ഥാനം ഗുജറാത്തിന് കിട്ടുകയും പഞ്ചാബ് അധപ്പതിക്കുകയും ഭീകരപ്രവർത്തനങ്ങളിൽ തളർന്നു പോവുകയും ചെയ്തത്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് 1971 കാലത്ത് ഞാൻ ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിട്ട് കൊല്ലത്ത് പഠിക്കുന്ന സമയമാണ്. അന്ന് ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യ എന്ന ബോംബെയിൽ നിന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിൽ നിന്നൊരു വീക്കിലി ഇറങ്ങുമായിരുന്നു, ആഴ്ചപ്പതിപ്പ്. അത് വലിയ സൈസിലുള്ളൊരു വീക്കിലി. അതിൻ്റെ എഡിറ്ററായിട്ട് ഖുഷ്വന്ത് സിംഗ് വന്നു. അദ്ദേഹം പഞ്ചാബിയാണ്, ഡൽഹിയിൽ താമസിക്കുന്ന വലിയ ഒരു സ്കോളറും എഴുത്തുകാരനുമാണ്. അദ്ദേഹം ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലിയുടെ എഡിറ്ററായപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്ത ഒരു കവർ സ്റ്റോറി പഞ്ചാബിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തി കാർഷിക മേഖലയിലും കോട്ടേജ് ഇൻഡസ്ട്രിയിലും പഞ്ചാബ് എങ്ങനെ ഇന്ത്യക്ക് മാതൃകയായി വളരുന്നു, ദ നമ്പർ 1 സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന ഫീച്ചർ വായിച്ചു. അതിമനോഹരമായ ഫീച്ചറായിരുന്നു. ഖുഷ്വന്ത് സിംഗ് നേരിട്ട് എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷയുടെ സൗന്ദര്യവും ആ ഫീച്ചറിൽ അവതരിപ്പിക്കുന്ന ആശയങ്ങളും അതിൽ അവതരിപ്പിച്ച സ്ഥിതിവിവര കണക്കുകളും എല്ലാം കൂടെ വെച്ചുകൊണ്ട് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റേറ്റായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചാബ്. ഈ ഫീച്ചറിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായി. പിറ്റേ വർഷം മുതൽ പഞ്ചാബിൽ ഖലിസ്ഥാൻ വാദം തലപൊക്കി. എല്ലാ ദിവസവും കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ, ബോംബാക്രമണം, സ്ഫോടനങ്ങൾ, വെടി, പട എല്ലാം. സെപ്പറസ്റ്റ് ഈ വിഘടനവാദികൾ പഞ്ചാബിൽ തല ഉയർത്തി. സന്ത് ജർണയിൽ സിംഗ് ഭിന്ദ്രൻവാല എന്ന് പറഞ്ഞ് ഒരു ഭീകരൻ സുവർണ ക്ഷേത്രത്തിൽ തമ്പടിച്ചുകൊണ്ട് പ്രത്യേക പഞ്ചാബ് ഖലിസ്ഥാൻ സ്റ്റേറ്റിന് വേണ്ടി, ഇപ്പോഴും അവന്മാർ അസ്തമിച്ചിട്ടില്ല, ആരംഭിച്ചു. ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിന് അതൊരു തലവേദനയായി. അവസാനം സുവർണ ക്ഷേത്രത്തിൽ കയറി യുവന്മാരെ, ഭീകരന്മാരെ എല്ലാം തുരത്തുന്ന ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു. അത് അൾട്ടിമേറ്റ്ലി എവിടെ ചെന്ന് തീർന്നു? ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിൽ അവസാനിച്ചു. പിന്നീട് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി വന്നപ്പോഴാണ് രാജീവ് ലോങ്കോവാൾ അക്കോഡ് കരാറൊക്കെ ഉണ്ടാക്കി ഖലിസ്ഥാൻ മൂവ്മെൻറ്റിനെ കർബ് ചെയ്തത്. അപ്പോൾ എവിടെ നിന്ന് ആരംഭിച്ചാണെന്ന് ആലോചിക്കണം. ഖുഷ്വന്ത് സിംഗിൻ്റെ ഒരു കവർ സ്റ്റോറി എന്നാണ് തുടങ്ങിയത് ഈ ഭീകര. അപ്പോൾ അതിൻ്റെ പിന്നിൽ വിദേശ ശക്തികളൊക്കെ ഇടപെട്ടു. ഖലിസ്ഥാൻ അതിനെ വളർത്തിയെടുക്കുന്നതിൽ വിദേശത്തെ ഇന്ത്യ വിരുദ്ധ ശക്തികൾ പാകിസ്ഥാൻ്റെയും ഒക്കെ ഒത്താശയോടുകൂടി പ്രവർത്തിച്ചതായിരുന്നു ഖലിസ്ഥാൻ മൂവ്മെൻറ്റ്. ഇപ്പോൾ ഗുജറാത്ത് ഒരു നമ്പർ 1 സ്റ്റേറ്റായി ഇങ്ങനെ വളരുമ്പോൾ ഗുജറാത്തിൽ ഈ തരം വിഘടനവാദങ്ങൾ തലപൊക്കുന്നില്ല. അതൊരു വലിയ ശുഭസൂചകമായ മാറ്റമാണ്. ഇത് അവിടുത്തെ ഗവൺമെൻറ് ജാഗ്രത പുലർത്തുന്നതുകൊണ്ടാണ്. നരേന്ദ്രമോദിയുടെ ഞാറ്റടിയായിരുന്നു ഗുജറാത്ത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വളരാനുള്ള അദ്ദേഹത്തിൻ്റെ നഴ്സറി ഗുജറാത്തായിരുന്നു. ഒരു വ്യാഴവട്ടക്കാലം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും മാതൃകയാക്കാവുന്ന ഒരു ഭരണം നടത്തിയ അനുഭവ സമ്പത്തുമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ 2014 ഡൽഹിയിലെത്തിയത്. അത് ആ വളർച്ചയ്ക്ക് മോഡിയും വളർന്നു, അതോടൊപ്പം ഗുജറാത്തും വളർന്നു. ഇത് കാണാനുള്ള വിവേകം പുലർത്താതെ കോൺഗ്രസ്സിനകത്ത് പതാകയും പിടിച്ച് സോണിയാഗാന്ധി സിന്ദാബാദും പറഞ്ഞ് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുകയാണോ നിങ്ങൾ എന്ന് ചോദിച്ച് ആവലാതിപ്പെടുന്നതും കരയുന്നതും ശരിയായ ഒരു നേതാവിൻ്റെ പക്വതയല്ല. അത് ഒരു നേതാവ് അങ്ങനെയല്ല അതിനെപ്പറ്റി വിലയിരുത്തേണ്ടത്. അതൊരു പബ്ലിക് മീറ്റിങ്ങിൽ പ്രവർത്തകരോട് തന്നെ അങ്ങനെ പറയുകയും അവിടുത്തെ PCC പ്രസിഡന്റ് തന്നെ പറയുന്നത് BJPയുടെ ഒരു സ്ലീപ്പിംഗ് സെല്ല് കോൺഗ്രസിനകത്തുണ്ട്. സംഗതി വസ്തുതയായിരിക്കും, പക്ഷെ അത് പരസ്യമായി പറയാമോ? അല്ല, കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുകയും വികസനത്തിന് വോട്ട് കൊടുക്കുകയും ചെയ്യും. അതാണ് അവർക്ക് അവിടെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അന്ധത ബാധിക്കാത്ത ജനങ്ങൾക്ക് ഞാൻ കോൺഗ്രസ് ആണ്, പക്ഷേ ഭരണം BJPയുടേത് മതി. അങ്ങനെയായി ഗുജറാത്ത്.